ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻസ്: വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, കുഞ്ഞുണ്ണി മാഷ്, പി.എൻ. പണിക്കർ. ശരിയായ ഉത്തരം ഇതാണ്, പി.എൻ. പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: കുമാരനാശാൻ, എഴുത്തച്ഛൻ, വള്ളത്തോൾ, ഉള്ളൂർ. ശരിയായ ഉത്തരം ഇതാണ്, എഴുത്തച്ഛൻ. മലയാള ഭാഷാ ദിനമായി ആചരിക്കുന്ന ദിവസമേത്? ഓപ്ഷൻസ്: ജൂൺ 19, ജൂൺ 25, നവംബർ 1, നവംബർ 14. ശരിയായ ഉത്തരം നവംബർ 1. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻസ്: കുഞ്ഞുണ്ണി മാഷ്, ബഷീർ, പി.എൻ. പണിക്കർ, എഴുത്തച്ഛൻ. ശരിയായ ഉത്തരം പി.എൻ. പണിക്കർ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ. ശരിയായ ഉത്തരം തിരുവനന്തപുരം. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ കഥ, കഴിഞ്ഞ കാലം, കണ്ണീരും കിനാവും, എന്നിലൂടെ. ശരിയായ ഉത്തരം എന്നിലൂടെ. ലോക പുസ്തക ദിനം എന്നാണ്? ഓപ്ഷൻസ്: ജനുവരി 2, ജൂൺ 19, ഏപ്രിൽ 23, നവംബർ 1. ശരിയായ ഉത്തരം ഏപ്രിൽ 23. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് എന്നാണ്? ഓപ്ഷൻസ്: 1991, 1992, 1990, 1995. ശരിയായ ഉത്തരം 1991. ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഓപ്ഷൻസ്: വിലാസിനി, സുഗതകുമാരി, സക്കറിയ, ലളിതാംബിക അന്തർജനം. ശരിയായ ഉത്തരം ലളിതാംബിക അന്തർജനം. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക ആരുടെ സന്ദേശമാണ്? ഓപ്ഷൻസ്: ഗോവിന്ദ പണിക്കർ, തകഴി, വയലാർ, പി.എൻ. പണിക്കർ. ശരിയായ ഉത്തരം പി.എൻ. പണിക്കർ. അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് അത് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ചോദ്യം ഇതാണ്: കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻസ്: വിലാസിനി, എം.കെ. സാനു, വി.ടി. ഭട്ടതിരിപ്പാട്, പി. കേശവദേവ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യമെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.